ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 1804. ഇന്ന് ഡിസംബർ മാസം 8-ാം തീയതി 343-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. യോഹന്നാൻ മാബ്ദാനായുടെ സ്നാപക യോഹന്നാന്റെ ജനനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന്. യോഹന്നാൻ മാബ്ദാനെ പോലെ ഒരു മകനെ ലഭിക്കാനായിട്ട് പുരോഹിതനായ സ്കറിയായും ഭാര്യ ഏലിശബായും അവരുടെ വാർദ്ധക്യകാലം വരെ പ്രാർത്ഥിച്ച് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില സത്യങ്ങൾ വെളിപ്പെടാനായിട്ട്, നീതി നടപ്പാക്കി കിട്ടാൻ വേണ്ടി നിരന്തരമായ യാതനകൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ ഉത്തരം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷയെ കൈവിടരുത്. നല്ലതെന്ന് നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് കരുതുന്ന ചില കാര്യങ്ങൾ ദൈവം ചിലപ്പോ നിഷേധിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തൽക്കാല കാലതാമസം വരുത്തുന്നുണ്ടാവും. അതെന്തിനാണ്? ഏറ്റവും നല്ലത് നൽകാൻ വേണ്ടിയാണ്. ക്ഷമയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാനായിട്ട് ആവുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രസിദ്ധ ഗ്രീക്ക് സാഹിത്യകാരൻ നിക്കോസ് കസൻസാക്കീസിന്റെ ആത്മകഥ റിപ്പോർട്ട് ടു ഗ്രെക്കോ നല്ലൊരു വായനാനുഭവമാണ്. അതിനകത്ത് പ്യൂപ്പയിൽ നിന്ന് പുറത്തേക്ക് സാവധാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രശലഭത്തെ കണ്ടിട്ട് കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ അയാളിലെ ബാല്യം ആ പുറന്തോട്ടിൽ നിന്ന് അവയെ പുറത്തിറക്കാനായിട്ട് ധൃതിയിൽ സഹായിക്കുന്നുണ്ട്. പുറത്തിറങ്ങി പൂമ്പാറ്റയാവട്ടെ പറക്കാനാവാതെ നിലത്തെഴഞ്ഞ് നീങ്ങുന്നത് കാണുകയും ഒടുവില് അതിന്റെ ജീവൻ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. അതോടുകൂടി ഒരു പ്രപഞ്ച സത്യം ഉൾക്കൊള്ളുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ദൈവം ഒരിക്കലും തിരക്ക് പിടിക്കുന്നില്ല, മനുഷ്യനാവട്ടെ എപ്പോഴും തിടുക്കത്തിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ കുറ്റമറ്റതാവുന്നതും മനുഷ്യന്റെ ചെയ്തികളിൽ മിക്കവാറും ന്യൂനതകൾ ഏറുന്നതുമൊക്കെ. കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കാനായിട്ട്, ദൈവം കരുതി വെച്ച ഏറ്റവും നല്ലതിനെ കൈപ്പറ്റാനായിട്ട് എൻ്റെ ആ കാത്തിരിപ്പിന് ഏറെ ഗുണമുണ്ടാവും. നോബൽ സമ്മാനം കിട്ടിയ ഹെർമൻ ഹെസയുടെ നല്ലൊരു നോവലാണ് സിദ്ധാർത്ഥ. അതിനകത്ത് സിദ്ധാർത്ഥ എന്ന കഥാപാത്രം തന്റെ ഏറ്റവും മികച്ച കഴിവുകളിൽ ഒന്നായിട്ട് അഭിമാനത്തോടെ പറയുന്നത് എന്താണെന്നറിയാമോ? എനിക്ക് കാത്തിരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നല്ലതിനായിട്ട് കാത്തിരിപ്പാനായിട്ട് ഈ ഡിസംബറിന്റെ ഓരോ ദിനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം. ആമേൻ.